ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുറച്ച് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. PSC ബുള്ളറ്റിൻ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2023 മെയ് 28-നാണ്. 2023 മെയ് 28-നാണ് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. ഡേറ്റ് ഒന്നും കൂടി ഓർക്കുക, 2023 മെയ് 28. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യശില്പി ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേൽ. മുഖ്യശില്പി ബിമൽ ഹസ്മുഖ് പട്ടേൽ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യശില്പി ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഓക്കെ. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? ദേശീയ പ്രാധാന്യമുള്ള സ്മാരകം ഏതാണ്? തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? തുംഗനാഥ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. മെയ്തി സമുദായമാണ്. ഏതാണ്? മെയ്തി സമുദായം. ഏത് വർഗത്തിന്റെ പേരിലാന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. മണിപ്പൂരിൽ നടന്ന കലാപം ഏത് ഗോത്രവർഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മെയ്തി സമുദായമാണ്. അവർക്ക് എന്താണ് നൽകുന്നത്? പട്ടികവർഗ പദവി നൽകുന്നതുമായിട്ടാണ് സംഘർഷം നടന്നത് മണിപ്പൂരാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം എത്ര രൂപയുടേതാണ്? 75 രൂപ നാണയമാണ് പുറത്തിറക്കിയത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത മുത്തമിഴ് സെൽവി. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത മുത്തമിഴ് സെൽവി. 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ്. ഇന്ത്യ 2023 വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ് എന്താണ്? INS കിർപ്പാൻ. INS കിർപ്പാൻ. ഒന്നുകൂടി മനസ്സിൽ പറഞ്ഞു നോക്കുക. INS കിർപ്പാൻ ആർക്ക് കൊടുത്തു? 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ് ആണെന്ത്? കിർപ്പാൻ. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്തത് കങ്കണ റണാവത്താണ്. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്നത് കങ്കണ റണാവത്താണ്. ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭ ശശീന്ദ്രനും ചേർന്ന് ഏത് തമിഴ് കൃതിയാണ് പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷയായ ടോക് പിസിനിലേക്ക് വിവർത്തനം ചെയ്തത്? തിരുക്കുറൾ വിവർത്തനം ചെയ്തു. ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭ ശശീന്ദ്രനും ചേർന്ന് ഏത് തമിഴ് കൃതിയാണ് പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷയായ ടോക് പിസിനിലേക്ക് വിവർത്തനം ചെയ്തത്? ഏത് ഭാഷയിലേക്കാണ് വിവർത്തനം ചെയ്തത് എന്നും ചോദിക്കാം കേട്ടോ. അത് തിരുക്കുറൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം സൂറത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത് സൂറത്തിലാണ്. ഇന്ത്യയിൽ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം കോർബറ്റ് ടൈഗർ റിസർവ്. ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിൽ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം കോർബറ്റ് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശാണ് കേട്ടോ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം അത് ഉത്തരാഖണ്ഡിലാണ് തോന്നുന്നു. ജിം കോർബറ്റ് ടൈഗർ റിസർവ് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ കോർബറ്റ് ടൈഗർ റിസർവിലാണ് ഏറ്റവും കൂടുതൽ കടുവകളെ സംരക്ഷിക്കുന്ന കേന്ദ്രം. ആൻഡ് ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ളതെന്ന് ഓർക്കുക. മക്കൾ വളർത്തി കുന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിത പരപ്പിയമ്മ. മക്കൾ വളർത്തി, അതായത് കുന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിത പരപ്പിയമ്മ. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ ബെല്ലി. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ ബെല്ലി. ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക് ജിയോ ബുക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക് ജിയോ ബുക്ക്. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഏത് തടാകത്തിലാണ്? ദാൽ തടാകത്തിലാണ്. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ദാൽ തടാകം. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം മുംബൈ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം മുംബൈ. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് G20 സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാം.
ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് G20 സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാം. ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ഇതുപോലെ ഒരുപാട് അവാർഡുകൾ അല്ലെങ്കിൽ ബഹുമതികൾ നേടിയിട്ടുണ്ട് കേട്ടോ. ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. വൺ വെബിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് ഏതാണ്? മെഹ്സാന, അത് ഗുജറാത്തിലാണ്. വൺ വെബിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റാണ് മെഹ്സാന. 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലെയ്ൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ് ചേതന മാരു. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലെയ്ൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ് ചേതന മാരു. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡാണ്. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 3 ആണ്. 2023 ജൂലൈ 14. നമ്മുടെ കഴിഞ്ഞ കുറച്ച് പരീക്ഷകൾക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയുണ്ടായി. 2023 ജൂലൈ 14 വിക്ഷേപണ വാഹനം എന്തായിരുന്നു? LVM-3 ആണ്. LVM-3. ഭൗമ സൂചിക പദവി, അതായത് 2023 ഭൗമ സൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റില, ഔത്തൂർ വെറ്റില. ഇത് ചോദിക്കാം കേട്ടോ. 2023 ഭൗമ സൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റില, ഔത്തൂർ വെറ്റില. കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ്? കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏതു പദ്ധതി പ്രകാരമാണ്? ഭാരത് NCAP. ഭാരത് NCAP. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈ. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആണ്. ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈ. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്നത് തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്നത് തമിഴ്നാടാണ്. രാജ്യത്തെ തെരഞ്ഞെടുക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം? ഉച്ചഭക്ഷണത്തിന്റെ കൂടെ പ്രഭാത ഭക്ഷണം കൂടി സ്കൂളുകളിൽ കൊടുക്കുക, അത് തമിഴ്നാടാണ് ആ പദ്ധതി അവതരിപ്പിക്കുന്നത്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖരപട്ടണം. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം എവിടെയാണ്? കുലശേഖരപട്ടണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാക്കുന്നത് ലക്നൗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അത് ലക്നൌവിലാണ്. ആരുടെ സ്മരണാർത്ഥം പുറത്തിറങ്ങിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ? APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ. നസീമ മരക്കാറും YS രാജനും ചേർന്നാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. ടാൻസാനിയയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയാണ് ടാൻസാനിയയിൽ അനാച്ഛാദനം ചെയ്തത്. ആരാണ് അനാച്ഛാദനം ചെയ്തത്? വിദേശകാര്യമന്ത്രി S ജയശങ്കർ. വിദേശകാര്യമന്ത്രി ആരാന്നുള്ളത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് കേട്ടോ, ഓർത്തു വയ്ക്കാം. 2023 ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുത്ത മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ സയൻസ് സിനിമ ദ വാക്സിൻ വാർ. ഇന്ത്യയിലെ ആദ്യ ബയോ സയൻസ് സിനിമ ദ വാക്സിൻ വാർ സംവിധാനം ചെയ്തിരിക്കുന്നത് വിവേക് അഗ്നിഹോത്രിയാണ്. കൊറോണ മഹാമാരിയും അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിന്റെ കണ്ടുപിടുത്തവും അവതരിപ്പിക്കുന്ന ചിത്രമാണെന്ത്? ദ വാക്സിൻ വാർ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ സയൻസ് സിനിമ. ഇനി യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. എന്താണ് അദ്ദേഹം ചെയ്തത്? യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ലോകത്തിലെ
ലോകത്തിലെ ഏറ്റവും കേട്ടോ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഇമ്പോർട്ടൻ്റ് ആണ്, ഓഗസ്റ്റ് 23. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് അതിവേഗ പാത ഏത്? ദ്വാരക എക്സ്പ്രസ് ഹൈവേ. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരിയാണ്, 8 വരി എലിവേറ്റഡ് അതിവേഗ പാത ദ്വാരക എക്സ്പ്രസ് ഹൈവേ. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി രാമേശ്വരം, മാന, മധുര. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി രാമേശ്വരം, മാന, മധുര. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ, അതായത് 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാനം മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ കുയി ഭാഷ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കുയി ഭാഷ. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. ഇമ്പോർട്ടൻ്റ് ആണ്. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പഥേർ പാഞ്ചാലി. സത്യജിത് റായുടെ ഡയറക്ഷനിലാണ് പഥേർ പാഞ്ചാലി എന്ന ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മധ്യപ്രദേശിനു ശേഷം ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ആദ്യം മധ്യപ്രദേശാണ്, അതിനുശേഷം ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം അത് ബാംഗ്ലൂർ. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ഇമ്പോർട്ടൻ്റ് ആണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ഏതാണ്? നാഗ്പൂരാണ്. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് കണ്ടെന്ന് വേറൊരു പുരസ്കാരം. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദി. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് ശ്രീ നരേന്ദ്രമോദി. വന്ദേ ഭാരതത്തിന്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ AC ട്രെയിൻ സർവീസ് വന്ദേ സാധാരൺ. ഇമ്പോർട്ടൻ്റ് ആണ്. വന്ദേ ഭാരതത്തിന്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ AC ട്രെയിൻ സർവീസ് വന്ദേ സാധാരൺ. AC അല്ല, നോൺ AC ട്രെയിൻ സർവീസ് ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പൽ വിന്ധ്യാഗിരി. 6ാമത്തെ യുദ്ധക്കപ്പൽ വിന്ധ്യാഗിരി. അവകാശികളില്ലാത്ത 10 വർഷത്തിലേറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം RBI. എന്താണ്? അവകാശികളില്ലാതെ 10 വർഷത്തിൽ ഏറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം RBI. ഉദ്ഗം പോർട്ടൽ ആരംഭിച്ചത് RBI. ഓക്കെ. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ 1 കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. 32ാമത്തെ റാങ്കാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് ലഭിച്ചിട്ടുള്ളത്. 2ാമത്തെ ആള് റോഷ്നി നാഡർ മൽഹോത്ര, HCL കോർപ്പറേഷന്റെ CEO ആണ്. സോമ മോണ്ടാൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യൻ ചെയർപേഴ്സൺ. കിരൺ മജുംദാർ ഷാ ബയോകോൺ സ്ഥാപകയാണ്. ഓക്കെ. ഇനി ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള ശക്തികാന്ത ദാസിനെയാണ്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ റിപ്പോർട്ടിലാണ് ഈ അംഗീകാരം കിട്ടിയിട്ടുള്ളത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ജീവിതകഥ പറയുന്ന പുസ്തകം ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റൈസ് ഇൻ എ ഹിൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ജീവിതകഥ പറയുന്ന പുസ്തകമാണ് ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റൈസ് ഇൻ എ ഹിൽ. അടുത്തത്, ഇന്ത്യ അധ്യക്ഷത വഹിച്ച 2023 18ാമത് G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്തായിരുന്നു? ചോദിച്ചു. വസുദൈവ കുടുംബം. വസുദൈവ കുടുംബം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം മുന്നേ വന്നു. എന്താണ്? ഇന്ത്യ അധ്യക്ഷത വഹിച്ച 2023 18ാമത് G20 ഉച്ചകോടിയുടെ ആപ്തവാക്യമാണ് എന്ത്? വസുദൈവ കുടുംബം. എത്രാമത് ഉച്ചകോടി? 18ാമത്. ആരാണ് അധ്യക്ഷത വഹിച്ചത്? ഇന്ത്യയാണ്. എന്നാണ്? 2023 18ാമത് G20 ഉച്ചകോടിയുടെ ആപ്തവാക്യമാണ് വസുദൈവ കുടുംബകം. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ചത് സംസ്ഥാനം തെലങ്കാന. നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ? ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര്, ഇന്ത്യയുടെ
പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര് സംവിധാൻ സദൻ. എന്താണ്? സംവിധാൻ സദൻ ചോദിച്ചേക്കാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡർ സൗരവ് ഗാംഗുലി. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയത് സൗരവ് ഗാംഗുലി. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ശ്രേഷ്ഠ. പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ്, ശ്രദ്ധിക്കണേ, പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. മറക്കാതിരിക്കുക. ഓക്കെ. അടുത്തത്, രാജ്യത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയപാത പഞ്ചാബിലെ അടാരി വാഗ അതിർത്തിയിൽ ഉയർത്തിയതാണ്. 418 അടിയാണ് ഉയരം. എന്താണ്? രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയപാത പഞ്ചാബിലെ അടാരി വാഗ അതിർത്തിയിൽ ഉയർത്തിയത് പതാകയാണ്. 418 അടിയാണ് ഉയരം. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ചക്ര. ഇമ്പോർട്ടന്റ് ആണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ചക്ര 2. ഓപ്പറേഷൻ ചക്ര 2. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായ 3-ാം തവണയും, മേ ബി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരാം, 2, 3, 4 എന്നൊക്കെ തരാം, തുടർച്ചയായ 3-ാം തവണയും നേടിയത് കൊൽക്കത്തയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായ 3-ാം തവണയും നേടിയത് കൊൽക്കത്തയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 126-ാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിൽ എത്ര ദ്വീപുകൾക്കാണ് യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകിയത്? 21. നമ്പർ ശ്രദ്ധിക്കുക, 21. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 126-ാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ എത്ര ദ്വീപുകൾക്കാണ് യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകിയത്? 21. ഭാരതത്തിന്റെ ഏതു സേനയുടെ പതാകയാണ് 2023 പുതുക്കിയത്? ഏത് സേനയുടെയാണ്? വ്യോമസേനയുടെ പതാക 2023 പുതുക്കുകയുണ്ടായി. G20 കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഭാരതം വഹിച്ചത് ഏതുവരെയാണ്? G20 കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഭാരതം വഹിച്ചത് എന്നുവരെയാണ്? 2023 നവംബർ 30 വരെ. അതായത് ഡിസംബർ 1 പദവി ബ്രസീൽ ഏറ്റെടുത്തു. 2023 നവംബർ 30 വരെയാണ് അധ്യക്ഷ പദം ആര് വഹിച്ചത്? ഇന്ത്യ വഹിച്ചത്. ഡിസംബർ 1 ആ പദവി ബ്രസീൽ ഏറ്റെടുത്തു. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം എവിടെയാണ്? കുലശേഖരപട്ടണം, തൂത്തുക്കുടി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്പേസ് പോർട്ട് നിർമ്മിക്കുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണം അല്ലെങ്കിൽ തൂത്തുക്കുടി. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്കായി 33% സീറ്റുകൾ സംവരണം ചെയ്ത നിയമത്തിന്റെ പേര് നാരി ശക്തി വന്ദൻ അധിനിയമം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തുവെക്കുക. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്കായി 33% സീറ്റുകൾ സംവരണം ചെയ്ത നിയമത്തിന്റെ പേര് നാരി ശക്തി വന്ദൻ അധിനിയമം. രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഇമ്പോർട്ടന്റ് ആണ്, ഡൽഹിയിലാണ്. രാജ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഡൽഹിയിലാണ്. അത്രമാത്രം പൊല്യൂഷൻ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു നഗരമാണ് ഡൽഹി. ആ രീതിയിൽ ഓർത്തു വെക്കണേ. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബസ്സുകൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് ഡൽഹിയിലാണ്. മലയാളി കൂടിയായ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷന്റെ ആത്മകഥ മരണാനന്തരം 2023 പുറത്തിറങ്ങി. അതിന്റെ പേരെന്താണ്? ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. മലയാളി കൂടിയായ മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷന്റെ ആത്മകഥ മരണാനന്തരം 2023 പുറത്തിറങ്ങി. പേര് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്നാണ്, അതായത് തകർന്ന ഗ്ലാസ്സിലൂടെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. അടുത്തത് കേരളത്തെ പറ്റിയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. ചോദിച്ചതാണ്. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ്. അതും ഓർത്തുവെക്കുക, ചോദിച്ചതാണ്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായ നഗരം കണ്ണൂർ. അതും ചോദിച്ചിട്ടുണ്ട്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായ നഗരം കണ്ണൂരാണ്. കേരളത്തിന്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാനൊരുങ്ങുന്നത്? മന്ദഹാസം. അതും ചോദിച്ചു. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളമാണ്. 13ാമതായാണ് ഉൾപ്പെട്ടത്. ഒന്നുകൂടി വായിക്കാം. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത്
കേരളമാണ് 13ാമതായിട്ടാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം ആരാണ്? പി.ടി. ഉഷ. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം ആരാണ്? പി.ടി. ഉഷ. 61ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കപ്പിന് അർഹമായ ജില്ല കോഴിക്കോട്. 61ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കപ്പിന് അർഹമായ ജില്ല കോഴിക്കോടാണ്. താഴെ പറയുന്ന സൂചകങ്ങളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക. ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. പ്രശസ്ത കന്നഡ നോവലിസ്റ്റ്, വിവർത്തക, ചെറുകഥാകൃത്ത് എന്നീ നിലയിൽ പ്രശസ്തയാണ്. എന്താണ്? നമ്മളോട് എഴുത്തുകാരിയെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ പ്രസ്താവന നോക്കുക. പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ് ആണ്, വിവർത്തകയാണ്, ചെറുകഥാകൃത്താണ്. അടുത്തത് ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ ആണ് ആദ്യ നോവൽ. ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ അല്ലെങ്കിൽ ചന്ദ്രഗിരിയ തീരാദല്ലി ആദ്യ നോവൽ. ഐഷാറ മദല്ലി എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ മനോമി, പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങി നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒരു കന്നഡ എഴുത്തുകാരിയാണല്ലേ. ആരാണ്? സാറ അബൂബക്കർ. കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരി. ഇമ്പോർട്ടൻ്റ് ആണ്. കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരി. ഇവരുടെ പ്രത്യേകതകളും സവിശേഷതകളും എന്തൊക്കെയാ? പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ്, കന്നഡ വിവർത്തക, കന്നഡ ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തയാണ്. ചന്ദ്രഗിരിയ തീരാദല്ലി, അതായത് ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ എന്നതാണ് ആദ്യത്തെ നോവൽ. ഐഷാറമദല്ലി എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ മനോമി, പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങി നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റിലാണ് അല്ലെങ്കിൽ ഈ പ്രസ്താവനയിലാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത്. മാധവിക്കുട്ടിയുടെ കൃതി മാറ്റിത്തരാം, പി.കെ. ബാലകൃഷ്ണന്റെ കൃതി മാറ്റിത്തരാം. ആ രീതിയിൽ തന്നിട്ടായിരിക്കും മേ ബി ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ കന്നഡയിലെ ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരി ആരാണ്? സാറ അബൂബക്കർക്കാണ്. ഓക്കെ. രണ്ടായിരത്തി 21-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഇവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി കൊല്ലം. 2021-22 കണക്കാണ് പറയുന്നത് കേട്ടോ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമായിരുന്നു. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പായിരുന്നു. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടിയായിരുന്നു. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഒന്നുകൂടി വായിക്കാം. 2021-22 കാര്യങ്ങളാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി കഴിഞ്ഞ വർഷത്തെ ഒരു മേജർ ഫാക്ടാണ്, ഓർത്തിരിക്കുക. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പി. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പി. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് എം.ബി. രാജേഷ്. വെരി ഇമ്പോർട്ടൻറ്റ്. പരാജയപ്പെട്ട എഴുത്തുകാരും കൃതികളും തന്നിട്ട് ചേരുംപടി ചേർക്കാനായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. പരാജയപ്പെട്ട കമ്പോള ദൈവം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്, അതെന്നെ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്ക് അനുസരിച്ച് പഠിക്കുക. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എം.ബി. രാജേഷ് ആണ്. 2021 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരളത്തിലെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം വൈക്കം സത്യാഗ്രഹം. വെരി ഇമ്പോർട്ടൻറ്റ്. 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം വൈക്കം സത്യാഗ്രഹം. പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതയായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനാണ്. പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ വിനോദ്. കെ ആണ്, ശ്രദ്ധിക്കുക, കെ വിനോദ് ചന്ദ്രൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. ശ്രദ്ധിക്കണേ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. മലയാള സിനിമയിലെ ആദ്യ നായികയുടെ 120ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചിരുന്നു. നായികയുടെ പേര് പി.കെ. റോസി. എന്താണ്? മലയാള സിനിമയിലെ ആദ്യ നായികയുടെ 120ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചിരുന്നു. നായികയുടെ പേരെന്താണ്? പി.കെ. റോസി. വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കാം. ഓക്കെ. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി
മോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25-നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25-നാണ്. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം കാസർഗോഡാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള 3 പോയിന്റുകളാണ്. അപ്പോൾ അവർക്ക് 4ാമത്തെ ഒരു പോയിന്റ് വേറെ ഏതെങ്കിലും തെറ്റിച്ച് തന്നാൽ മതിയാവും. ശ്രദ്ധിക്കണേ. ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് 2023 ഏപ്രിൽ 25-ആണ്. റൂട്ട് തിരുവനന്തപുരം കാസർഗോഡാണ്. ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ. 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്? പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വയ്ക്കുക. 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ പോയി ഒന്ന് കാണുക. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഒരുപാട് കാര്യങ്ങൾ, കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ, കാഴ്ചകൾ എവിടെയുണ്ട്? പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. ടിഷ്യൂ കൾച്ചറിൻ്റെ ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സൊക്കെ അവരെടുത്ത് തരും. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുക, അറിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങൾ കഴിയണതും കാണാൻ പറ്റുന്നത് കണ്ട് തന്നെ മനസ്സിലാക്കാം. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശ്ശൂരാണ്. ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശ്ശൂരാണ്. G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകം. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരത്താണ്. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ M. ഷാജർ. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ M. ഷാജർ. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. ചോദിച്ചിട്ടുണ്ട്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടി, വയനാടാണ്. ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക, പഠിക്കുക. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടി, അതായത് വയനാട്ടിലാണ്. അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ്. 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽത്തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ VK മോഹൻ കമ്മീഷൻ. VK എന്നാണ്, ഇനീഷ്യൽ മാറ്റിത്തരാം. VK മോഹൻ കമ്മീഷൻ. നീതി ആയോഗിന്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. 2020-21 കണക്കാണ് മക്കളെ, ശ്രദ്ധിക്കുക. കേരളം. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വച്ചാണ് നടന്നത്? പൊന്മുടിയിൽ നടന്നു. പൊന്മുടി എവിടെയാണ്? തിരുവനന്തപുരം. രാജ്യത്തിന്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തിന്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് ചെറുവക്കൽ, തിരുവനന്തപുരം. ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? കേരളമായിരുന്നു. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിന് ഉള്ള പദ്ധതി അനന്യ മലയാളം. അതിഥി തൊഴിലാളികൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവരാണല്ലേ, അതുകൊണ്ട് അനന്യ മലയാളം. മുൻ മന്ത്രി KK ശൈലജ ടീച്ചറുടെ ആത്മകഥ മൈ ലൈഫ് ആസ് എ കോംറേഡ് എഴുതിയത് അവരുടെ എന്താണ്? ഓർത്തു വയ്ക്കുക. KK ശൈലജ ടീച്ചറുടെയാണ്, ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മലക്ഷ്മി. മേ ബി ചോദിച്ചേക്കാം. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മലക്ഷ്മി. കേരളത്തിൽ ആദ്യമായി സ്ട്രാങ്ക് ലൈസൻസ് നേടിയ വനിത. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 95% ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കേരളത്തിൽ ആദ്യമായി സ്ട്രാങ്ക് ലൈസൻസ് നേടിയ വനിത S. സന്ധ്യ. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷ. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷയാണ്. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷ. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂർ. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂരാണ്.
ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. വെരി ഇമ്പോർട്ടൻറ്റ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? അഭിലാഷ് ടോമി. പായ്വഞ്ചി എന്തായിരുന്നു? ഭയാനത്ത്. ഓക്കെ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ ഗോൾഡൻ ഗ്ലോബ് റേസ് ആണ് പൂർത്തിയാക്കിയത്. അഭിലാഷ് ടോമി. പായ്വഞ്ചി ഭയാനത്ത് എന്നുള്ളതാണ് പായ്വഞ്ചി. സൗരയൂഥത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനുമിടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 33,928 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിട്ടുള്ളത്? അശ്വിൻ ശേഖർ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വെച്ചാണ്? തൃശ്ശൂർ വെച്ചാണ്. ഒന്നാമതെത്തിയത് കാസർഗോഡാണ്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ശ്രീ. അത് ഓർത്തു വയ്ക്കുക. കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ്? മെയ് 17. സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായുള്ള മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാകുന്ന കെഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് 2023 ജൂൺ 5. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കെഫോണിൻ്റെ ഫുൾ എന്താണ് പേരെന്നുള്ളത്? കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ആണ് കെഫോൺ. സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാകുന്ന പദ്ധതിയാണ് കെഫോൺ. ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിനാണെന്ന് ഓർത്തുവെക്കുക. 2023 ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേര് ഡ്രാപ്പോസ സെബാസ്ത്യാനി. പുതിയ ഇനം ചിലന്തിയാണ്. 2023 ജൂണിൽ തിരുനെല്ലിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ്? കലങ്ങുമുകൾ പുനലൂർ നഗരസഭയിലാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ്. ഓർത്തുവെക്കുക. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് കലങ്ങുമുകളാണ്, പുനലൂർ നഗരസഭയിലാണ്. ഈറ്റ് റൈറ്റ് എന്താണ്? ഈറ്റ് റൈറ്റ് കേരള. നിലവാരമറിഞ്ഞ് കഴിക്കാം. എന്താണ്? ഈറ്റ് റൈറ്റ് കേരള. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാകാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്ത്? ഈറ്റ് റൈറ്റ് കേരള. ഓക്കെ, അത് ഓർത്തു വെക്കുക. മേ ബി ചോദിക്കാം. KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. എന്തിന്റെ? ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു, അല്ലെങ്കിൽ പുരസ്കാരം ലഭിച്ചു. UATPയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ബെൽജിയം. എന്താ UATP? ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അതിന്റെ ആസ്ഥാനം ബെൽജിയമാണ്. എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻപിള്ള. കാലശാസനങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്ന കൃതി രചിച്ചത് ചെറായി രാമദാസ്. ഈ രചനകൾ ഓർത്തു വയ്ക്കുക. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ 2018. ഏറ്റവും വേഗത്തിൽ കയറിയെന്നാണ്. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കറ്റ് കളക്ടറേറ്റ് കോട്ടയം. സംസ്ഥാനത്തെ ആദ്യത്തെ, ഇതും ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കറ്റ് കളക്ടറേറ്റ് കോട്ടയമാണ്. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മെയ് 22 ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആണ്. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മെയ് 22 ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. കവടിയാറാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാറാണ്. ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷരം എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴി മാറ്റിയത് ഡോക്ടർ സുഷമ ശങ്കർ. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത ഗീത AR. എന്താണ്? 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത ഗീത AR ആണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? നിഖിത ജോബി. എന്താണ്? നിഖിത ജോബിയാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. നിഖിത ജോബി വടക്കേക്കര ഗ്രാമപഞ്ചായത്താണ്. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം.
തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്